എൻ്റെ ഒരു സുഹൃത്ത് ഏനാത്തുണ്ട്, 10ാം ക്ലാസ് വരെ എൻ്റെ കൂടെ പഠിച്ച വളരെ സാധാരണക്കാരനായ ചെറുപ്പക്കാരൻ. അവൻ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ കാലെന്ന് പറഞ്ഞു വീണിട്ട് അവനെ നേരെ ആശുപത്രി കൊണ്ടുപോയി കട്ടിലേക്ക് നിന്ന് വിറന്ന് കിടക്കുകയാണ്. 29 വയസ്സ്. അതായത് ഞാൻ അച്ഛനായതിനു ശേഷം അവനെ കാണാൻ പോയി. പൊട്ടിയൊലിച്ചത് അവന് ബൈക്ക് എന്ന് പറഞ്ഞാൽ വലിയ താല്പര്യമാണ്. ഞാൻ എൻ്റെ ബൈക്ക് ദൂരെ വെച്ചിട്ട് നടന്ന് അവൻ്റെ വീട്ടിൽ പോയി. ഞാൻ അവിടെ ചെന്നു. 29 വയസ്സാണ്. ഞാൻ അവിടെ ചെന്നപ്പോൾ അവൻ എന്നോട് ചോദിച്ചു, എടാ നീ അച്ഛനല്ലേ? അവനാണ്. നീ ദൈവത്തിന്റെ അടുത്ത ആളല്ലേ? അവനെ ദൈവത്തോട് പോയി ചോദിക്കുക. എനിക്കറിയില്ല, ഞാൻ അച്ഛനാന്ന് മാത്രമേ എനിക്കറിയാം. ദൈവത്തെ ഇഷ്ടപ്പെടുന്നുണ്ടെന്നും എനിക്കറിയാം. ഇതൊന്നുമല്ല, എനിക്കൊരു കാര്യം അറിയണം. എന്താ നീ കാര്യം? അപ്പൊ നമ്മൾ സർവജ്ഞ വീടം കയറിയ പോലെ അവനോട് ചോദിച്ചു, നിനക്ക് എന്താ അറിയണ്ടേ? ചോദിച്ചോളാം പറഞ്ഞു. അവനൊരൊറ്റ വാദ്യത്തിൽ ചോദിച്ചു, ഞാൻ എന്നാ ചത്തുപോകുന്നത് നിനക്കൊന്ന് പറയാമോ? എന്നിട്ട് അവന് മണ്ടയ്ക്ക് കിടന്ന ബെഡ്ഷീറ്റ് ഒന്ന് പൊക്കി, വസ്ത്രം ധരിക്കാതെ കിടക്കുന്നവൻ പെതുക്കെ മൂടൊന്ന് പൊക്കി കാണിച്ചപ്പം പൊട്ടി ഒലിച്ച ബെഡ് സോർ കണ്ടു. എൻ്റെ കൂടെ പഠിച്ചവനാ. അവൻ എന്നോട് പറഞ്ഞു, എടാ അച്ഛാ, സഹിക്കാൻ വയ്യാഞ്ഞിട്ടാടാ ഞാൻ ആ ചോദ്യം ചോദിച്ചത്. എൻ്റെ അപ്പൻ്റെ സർവ്വസമ്പാദ്യവും എനിക്ക് വേണ്ടി ചെലവിട്ട് കഴിഞ്ഞ് എന്നെ ഒന്ന് നേരെ നിർത്താൻ വേണ്ടി എൻ്റെ അമ്മയ്ക്ക് ഒരു കല്യാണത്തിനായിട്ട് മറ്റൊരു നല്ല കാര്യത്തിനും പാൻ വയ്യ, എന്നെ ശുശ്രൂഷിക്കണമെന്ന് പറഞ്ഞു കിടന്നിട്ട് എൻ്റെ മൂത്തവൻ ഒരു കല്യാണം വരുന്നില്ല. കാരണം അവൻ കല്യാണം കഴിച്ചു വരുന്ന പെണ്ണ് ഈ എന്നെയും കൂടെ നോക്കണമെന്ന് പറഞ്ഞിട്ട് ഇന്ന് ചത്തുപോയാൽ അത്രയും ഭാഗ്യമാടാ എനിക്ക്. അതുകൊണ്ടാണ് അച്ഛാ ഞാൻ നിന്നോട് ചോദിച്ചത്, ഞാൻ എന്നാ ചത്തുപോകുന്നത്.